this, these, that, those. ഈ വേർഡ്സ് ഒക്കെ സെൻറ്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ദിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്. നമ്മുടെ അടുത്തുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ ഇത് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. നിയർ, അടുത്തുള്ളൊരു കാര്യം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് ഈസ് മൈ ബാഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് മൈ ബാഗ്, ഇതെൻ്റെ ബാഗാണ്. അതുപോലെ ദിസ് ഈസ് മൈ കാർ എന്ന് പറയുന്നു, ഇത് എൻ്റെ കാറാണ്. ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ദിസ് യൂസ് ചെയ്യുന്നത്. ദിസ് യൂസ് ചെയ്യുമ്പോൾ ആ ബാഗ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ്, ബാഗ് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ദിസ് എന്ന് പറയാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് മൈ ബോർഡ് എന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് വേർഡ് എന്താ? ദീസ്. ദീസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ, ഇതും നിയർ ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കാനാണ് ദീസും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോഴത്തേനും ബാഗ് എന്ന് പറയുമ്പോൾ ഒറ്റൊരു സാധനമാണ്, ഒരു സാധനമാണ്. ബാഗ് എന്ന് പറയുന്നത് ഒറ്റൊന്നാണ്, പെൻ എന്ന് പറയുന്നത് ഒറ്റൊന്നാണ്. ഇതിന് പകരം നമ്മൾ ഇതൊക്കെ എൻ്റെ ബാഗുകളാണ് അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ പേനകളാണെന്ന് പറയാണ്. അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ദീസ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ദീസ് ആർ മൈ ബുക്സ് എന്ന് പറഞ്ഞു. ബുക്സ് എന്ന് പറയുമ്പോൾ എന്താ? ഒന്നിൽ കൂടുതലുണ്ട്. അത്തരം ഒന്നിൽ കൂടുതലുള്ള സമയത്താണ് നമ്മൾ ദീസ് യൂസ് ചെയ്യുക. ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലും ഉണ്ട്, ഈ ബുക്സ് ഒക്കെ ഉള്ളത് എൻ്റെ അടുത്തുമാണ്. അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ദീസ് യൂസ് ചെയ്യാം. ദിസ് യൂസ് ചെയ്യുമ്പോഴും ദീസ് യൂസ് ചെയ്യുമ്പോഴും നിയർ ആണ് സാധനങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർക്കുക. ദിസ് ആണെങ്കിൽ ഒരു സാധനമായിരിക്കും, ദീസ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങളായിരിക്കും. ഇനി ദാറ്റ് എന്ന് പറയുന്നത് എന്താ? അതെന്ന് നമ്മൾ പറയുമ്പോൾ അടുത്തുള്ള സാധനങ്ങളല്ല, ദൂരെയുള്ള സാധനങ്ങൾ പറയാനാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു സാധനം നമ്മളുടെ അടുത്തുണ്ടാവണം നിർബന്ധമില്ല, അത് ദൂരെയുള്ളൊരു സാധനമായാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് മൈ ബാഗ് എന്ന് പറയാണ്. ദാറ്റ് ഈസ് മൈ ബാഗ്, അത് എൻ്റെ ബാഗാണ്. ഇത് എൻ്റെ ബാഗ് എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഇതെൻ്റെ പെൻ എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ പെൻ, ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ പെന്നാണെന്ന് പറയുമ്പം ആ ഒരു പെൻ എൻ്റെ കയ്യിലുണ്ടാവണം അല്ലെങ്കിൽ എൻ്റെ അടുത്തുണ്ടാവണം നിർബന്ധമില്ല. അകലെയുള്ള സാധനങ്ങൾ പറയാനാണ് നമ്മൾ ദാറ്റ് യൂസ് ചെയ്യുന്നത്. ദോസ് പറയുമ്പോഴാണെങ്കിലും അതൊക്കെ എന്നാണ്. അതൊക്കെ. ഇവിടെ അതെന്ന് പറയുമ്പോൾ നമ്മൾ ബാഗ്, ഒറ്റൊരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവും. Those are my books അല്ലെങ്കിൽ those are my pens. എന്തൊരു സാധനം ആയിക്കോട്ടെ, ദോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും എന്ന് ഓർക്കുക. ഫാർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓർക്കുക. സോ ദിസും ദീസും യൂസ് ചെയ്യുന്നത് നിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ, ഇത് ഇതൊക്കെ. ദാറ്റും ദോസും യൂസ് ചെയ്യുന്നത് ഫാർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ, അതൊക്കെ. ദിസും ദീസും ദാറ്റും ദോസും ഒക്കെ എന്താണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ബേസിക് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാനും ഇംഗ്ലീഷിൽ ഗ്രാമർ കുറച്ച് നന്നായിട്ട് പഠിക്കാനും പറ്റും. അത്തരത്തിലുള്ള കോഴ്സസ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിലോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ കോൺടാക്ട് ചെയ്താൽ മതി. യൂട്യൂബ് ചാനലിലും നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യാം. Thank you. English Mitra. Stop worrying, start learning.